2 മാസത്തെ ലീവിന് നാട്ടിൽ വന്ന എൻ്റെ 2 മാസത്തെ ലീവ് കഴിഞ്ഞു. യുദ്ധം നടക്കുന്നു എന്നറിയാമെങ്കിലും UAE എന്ന രാജ്യം എനിക്ക് ഇന്ത്യ രാജ്യത്തേക്കാൾ സംരക്ഷണം നൽകും എന്നതിനാൽ ഞാൻ UAEയിലേക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ തയ്യാറായി. അങ്ങനെ UAEയിൽ ഞാൻ എത്തി. എൻ്റെ ക്യാമ്പിൽ എത്തി. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു 5:30ക്കുള്ള വണ്ടിക്ക് പോകണം, ക്യാമ്പ് D3 ആണ്, D3യിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഡ്രൈവർ അഷ്റഫ് എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാമ്പ് കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആകാശത്തൊരു പൂരത്തിൻ്റെ പൊട്ടലാണ് കേൾക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും പൊട്ടുന്നു. അതായത് വിഷുവിനൊക്കെ ഇവിടെ പൊട്ടുന്നതിൻ്റെ 100 ഇരട്ടി ശക്തിയിലുള്ള പൊട്ടലാണ് കേൾക്കുന്നത്. ബിൽഡിംഗ് ഇടയ്ക്ക് തെറിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തയ്യാറായി. ബസ്സിൽ കയറി. അങ്ങനെ ഡ്യൂട്ടി പോസ്റ്റിലെത്തി നോക്കുമ്പോൾ മരുഭൂമിയിലുള്ള ഒരു ക്യാമ്പാണ്. അതായത് മരുഭൂമിയിലുള്ള ഒരു ഷെഡാണ്, വലിയ ഷെഡ്, ടിൻഷീറ്റ് കൊണ്ടുള്ള വലിയ ഷെഡാണ്. അതായത് ഗാരകൺ പോലത്തെ ഇരുമ്പിൻ്റെ വലിയ ഷെഡ്. ആ ഷെഡിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കുറേ സുഡാനികൾ, കുറേ നേപ്പാളികൾ, കുറേ ടൂണീഷ്യക്കാർ, ഉഗാണ്ടൻസ് ഒക്കെ ഉണ്ട്. ഒരു 5-8 ആളുണ്ട്. അപ്പോൾ ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് ഞാൻ ഡ്യൂട്ടിക്ക് അവിടെ കയറാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് അകത്തേക്ക് നോക്കിയ സമയത്ത് അവർ റോക്കറ്റ് ലോഞ്ചിങ്ങിലാണ്, ഇറാനിലേക്ക് റോക്കറ്റ് വിടേണ്ട തിരക്കിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെ കണ്ടപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറി നിന്ന് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി. അപ്പോൾ അവരോട് ഞാൻ ഡ്യൂട്ടിക്ക് വന്നതെന്നൊന്നും പറഞ്ഞില്ല. എങ്കിലും അവർക്കറിയാം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് വന്നയാളാണെന്നുള്ളത്. അത് എന്തായാലും ഡ്യൂട്ടി ഷിഫ്റ്റ് ചേഞ്ചിങ്ങിന് ചെന്നാന്ന് ഞാൻ പറയാതെ തന്നെ മാറി നിന്ന് ഞാൻ അവരെ ഉള്ളിലേക്ക് കടക്കാതെ തന്നെ പുറത്തുനിന്ന് ഡോറിൻ്റെ അടുത്ത് നോക്കിയ സമയത്ത് അവരൊരു റോക്കറ്റ് ഉണ്ട് ഇറാനിലേക്ക് വിട്ടിട്ട്. അപ്പോൾ ഇറാനിലേക്ക് വിട്ട റോക്കറ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഇറാനിലേക്ക് റോക്കറ്റ് വിട്ടതാണെന്ന് പറഞ്ഞു. ഈ റോക്കറ്റ് ആദ്യമായിട്ട് വിടുകയാണ് ഇറാനിലേക്ക് റോക്കറ്റ് ബോംബ് എന്ന് പറഞ്ഞു. അപ്പോൾ ലോഞ്ച് ചെയ്യാനുള്ള നിങ്ങൾക്കും ഇവിടെ തന്നെയാണ് ഡ്യൂട്ടി എന്ന് അതിലൊരാൾ പറയുന്നത് കേട്ടു. അപ്പോൾ ഇറാനിലേക്ക് റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥലത്തേക്ക് നമ്മളെ ഷെഡും ഒക്കെ ഒപ്പം പോവും. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് റോക്കറ്റ് ബോംബ് വന്ന് നമ്മളൊപ്പം നശിപ്പിക്കും എന്നുള്ളത് ഞാൻ അവരോട് പറയണമെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല. കാരണം അപ്പോൾ അവരെന്നെ വേറൊരു വീക്ഷണത്തോടു കൂടി കാണും. സത്യം നമ്മൾ തുറന്ന് പറഞ്ഞാൽ അവർ വേറൊരു വീക്ഷണത്തോട് കാണുകയും പിന്നെ ഞാനൊരു കുറ്റക്കാരനാകുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ എൻ്റെ മനസ്സെല്ലാം കൂടി പെരുക്കാൻ തുടങ്ങി. അവിടെ ഇപ്പോൾ അടുത്ത റോക്കറ്റ് തിരിച്ച് ഇറാനിൽ ഇങ്ങോട്ട് വരുമല്ലോ, മൊത്തത്തിൽ കത്തി നശിക്കല്ലോ എന്നുള്ള, മരുഭൂമിയിലെ ഈ ഷെഡിൽ നമ്മളെല്ലാം കൂടി കരിഞ്ഞു പോയല്ലോ എന്നുള്ളതിലായി. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടമാനം സെൽസ് ഉണ്ട്, റോക്കറ്റ് ഷെൽസ് അങ്ങോട്ട് വിടാനുള്ള റോക്കറ്റ് ബോംബുകൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ മെല്ലെ ഷെഡിൻ്റെ സൈഡിലേക്ക് മാറി നിന്ന് മെല്ലെ അവിടുന്ന് മെല്ലെ എസ്കേപ്പായി. മെല്ലെ കഴിച്ചിലായി നടന്ന് സ്പീഡിൽ നടന്ന് 1 കിലോമീറ്ററിൻ്റെ എൻ്റെ ക്യാമ്പിലേക്ക്. അങ്ങനെ ക്യാമ്പിലെത്തിയ സമയത്ത് ക്യാമ്പിലേക്ക് ഞാൻ പോയില്ല. ക്യാമ്പിൻ്റെ ബിൽഡിങ്ങിൽ അവിടെ എത്തിയപ്പം പുറത്ത് ഭാഗത്തുള്ള ആ ബിൽഡിങ്ങിൽ കൂടെ ഞാൻ നടന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ അറ്റത്ത് പോയി. അപ്പോൾ ഞാൻ അതായത് വടക്ക് ഭാഗത്താണല്ലോ ഇറാൻ. അപ്പോൾ ഞാൻ തെക്ക് ഭാഗത്ത് മാക്സിമം ക്യാമ്പിൻ്റെ തെക്ക് ഭാഗത്ത് പോയി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള റോക്കറ്റ് നമ്മൾ അയച്ചതിൻ്റെ റിഫ്ലക്ഷൻ ഇപ്പം വരാനുണ്ടല്ലോ ഇറാനിന്. അപ്പോൾ അത് വന്ന് ഇടിക്കുക എവിടെയാണ് വീഴാന്നൊന്നും അറിയില്ല. മാക്സിമം ഞാൻ എന്ത് ചെയ്ത് ഹാളിൻ്റെ നേരെ തെക്ക് ഭാഗത്ത് ചുമരിൻ്റെ അപ്പുറത്ത് പോയ സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ ചിന്തിക്കുക വേഗം ഇന്ത്യയിലേക്ക് തിരിച്ചു പോകേണ്ടതിന് എന്താ ഒരു വഴി. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ഈ പാസ്പോർട്ട് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല, എങ്ങനെ പോകും, എന്ത് ചെയ്യുന്നുള്ളത്. അവസാനം ഒരു മാർഗ്ഗമില്ല, അവിടുന്ന് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല. റോഡിലേക്ക് നോക്കുമ്പോൾ ടാക്സികളോ വണ്ടികളോ ഒന്നുമില്ല, വിജനമായി കിടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കുക തന്നെ രക്ഷയുള്ളൂ. അങ്ങനെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ വേഗം യുദ്ധം അവസാനിക്കണേ. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാറുണ്ട്. കാരണം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ പെട്ടെന്ന് കേൾക്കാറുണ്ട്. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന ആ വഴി കണ്ടെത്തി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് അടുത്ത നിമിഷം ഞാൻ കാണുന്നത് ഒരു പഴയ ഒരു വീട്. അപ്പോൾ ആ വീട്ടിലുള്ള അമ്മായിയമ്മ, അതായത് മകൻ്റെ അമ്മ, മകൻ കഴിച്ച ഭാര്യയുണ്ട്. അമ്മയും പിന്നെ മകൻ കഴിച്ച ഭാര്യയും ഈ അമ്മയും തമ്മിൽ ഭയങ്കര പോരാന്ന് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോര്. ആ മകൾക്ക് ആ ചാവി വേണം, അമ്മയും ഡോറിൻ്റെ റൂമിൻ്റെ ചാവി വേണം. അപ്പോൾ മകൾക്ക് ചാവി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലേളം നടക്കുക. അപ്പോൾ ഞാനതിൽ ഇടപെട്ട്, ഭർത്താവ് ഉണ്ടെങ്കിൽ അയാൾ മിണ്ടുന്നില്ല. അപ്പോൾ ഞാനതിൽ ഇടപെട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ചാവി അമ്മേൻ്റെ കയ്യിലാന്ന് വെക്കേണ്ട, അമ്മയല്ലേ ഇവിടുത്തെ ആൾ. ഒരു അമ്മയ്ക്ക് പിന്നെ മകനുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. ഒരു മകന് ഉള്ള അവകാശം, അമ്മയ്ക്കുള്ള അവകാശം നീ മനസ്സിലാക്കുക എന്നൊക്കെ ഞാൻ ആ പെണ്ണുങ്ങളോട് പറഞ്ഞു.
പക്ഷേ അവരതൊന്നും ഉൾക്കൊണ്ടില്ല. അപ്പോൾ അവർ തമ്മിലല്ല, അയാൾ അവസാനം അമ്മ ചാവി കൊടുത്തു, ചാവി മകൾക്ക് കൊടുത്ത് അമ്മയോട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാവി കൊടുത്തേ ശരിയല്ല, നിങ്ങളെ അവകാശങ്ങൾ മുഴുവൻ നിങ്ങൾ വിട്ടുകൊടുത്ത് നിങ്ങളെ ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞത് അമ്മ ചെവിക്കൊണ്ടില്ല. ആ അമ്മ മകൾക്ക് ചാവി കൊടുത്ത് അമ്മ എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. പിന്നീട് അത് ഇറങ്ങിപ്പോയിട്ടില്ല, അങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. പിന്നീട് അടുത്ത നിമിഷം തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് റോക്കറ്റോ എന്തോ ബോംബോ എന്തോ വന്നിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് തെങ്ങുകൾ മുഴുവൻ, കഴുങ്ങും തെങ്ങും അടങ്ങിയിട്ടുള്ള വലിയ വലിയ പ്ലാവടക്കമുള്ള മരങ്ങൾ ഇങ്ങനെ ഭൂം നിറഞ്ഞിട്ട് തലയാടും പകുതി വെച്ചിട്ട് അങ്ങോട്ട് ചെത്തിപ്പോവുകയാണ് മരങ്ങളൊക്കെ. ക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാവിൻ്റെ കൊമ്പൊക്കെ പോകുമ്പോൾ ഞാൻ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവരോടൊക്കെ ഒരു മൂലയ്ക്കിലേക്ക് നിൽക്കാൻ പറഞ്ഞ് മൂലയ്ക്കിലേക്ക് നിർത്തി. ആ മൂലയ്ക്കൽ ഞാൻ അവർക്ക് സംരക്ഷണം ചെയ്യുന്നത്, പ്ലാവിൻ്റെ കൊമ്പും ചക്കയൊക്കെ അങ്ങനെ പറന്ന് വരിക ആകാശത്തോടെ. ഞാൻ അതൊക്കെ കൈകൊണ്ട് വരുന്ന വേഗത്തിൽ ചെറുങ്ങനെ തട്ടിക്കൊടുത്ത് അങ്ങോട്ട് മാറുന്നുള്ളതിൽ അങ്ങനെ തട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടും അവരെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നമാണ്, വലിയൊരു സ്വപ്നമാണ് ഞാൻ ഇന്നലെ രാത്രി കണ്ടത്. ഞാൻ 2020 അതായത് 12 കൊല്ലം UAE സേവനം അനുഷ്ഠിച്ച് 2020 തിരിച്ചു വന്ന വ്യക്തിയാണ്. അവിടെ മാൻമെയ്ഡ് ഹസാർഡ്സിനോ നാച്ചുറൽ ഹസാർഡ്സിനോ അവരെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഞങ്ങളുടെ ജോലിയുടെ ഭാഗം.